നമസ്കാരം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സമ്പ്രദായത്തിൽ 28 നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മൾ 27 നക്ഷത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. 27 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇങ്ങനെ 27 നക്ഷത്രങ്ങളാണ് വരുന്നത്. ഈ 27 നക്ഷത്രങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് ആകാശത്ത് മാറി മാറി വരുന്നു. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഇത് ഓരോന്നും ഒരു നക്ഷത്രമല്ല, ഇതൊരു കൂട്ടം നക്ഷത്രങ്ങളാണ്. അതായത് ഇന്ന് അശ്വതി നക്ഷത്രമാണെങ്കിൽ അത് ഒരു നക്ഷത്രമായിട്ടല്ല ഉദിക്കുന്നത്. ഇന്ന് ആകാശത്ത് കാണുന്ന ആ നക്ഷത്ര കൂട്ടങ്ങളെ ആണ് അശ്വതി എന്ന് പറയുന്നത്. അതായത് ആകാശത്ത് കാണുന്ന പ്രധാനപ്പെട്ട കൂടുതൽ തിളക്കമുള്ള കുറച്ച് നക്ഷത്രങ്ങളെ അത് സ്ഥിരമായിട്ട് വർഷങ്ങളോളം അത് മാറി മാറി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ഒരു ഷേപ്പ് കണക്കാക്കി ആ രീതിയിൽ ഓരോ ദിവസവും വരുന്ന നക്ഷത്രങ്ങളുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 10 സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ച് നിൽക്കുന്ന പലതരം നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ഇതിനെയെല്ലാം ഒരു രേഖ കൊണ്ട് യോജിപ്പിക്കുന്ന രീതിയിൽ സങ്കല്പിക്കും. ഉദാഹരണത്തിന് നമ്മൾ പണ്ട് ബാലരമ വായിക്കുമ്പോൾ അവിടെ ഒരു ചിത്രം അവിടെ മറഞ്ഞിരിക്കുന്നുണ്ടാകും. അപ്പോൾ ആ കുത്തുകൾ 1 മുതൽ 28 വരെയുള്ള കുത്തുകൾ അല്ലെങ്കിൽ 65 വരെയുള്ള കുത്തുകൾ യോജിപ്പിക്കാൻ പറയും. അപ്പം നമ്മൾ ആ പേന കൊണ്ട് ആ 1, 2, 3 എന്ന് യോജിപ്പിച്ച് ആ ഓരോ കുത്തുകളും പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഒരു കരടിയോ ഒരു മൂങ്ങയോ എലിയോ എന്തെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതേ രീതിയിൽ ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രങ്ങളെ ഒരു സാങ്കല്പിക രേഖ ഉപയോഗിച്ച് ഇതുപോലെ കുത്തുകളായിട്ട് യോജിപ്പിച്ച് അതിനൊരു രൂപം വരക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള രൂപം കിട്ടുന്നു. അങ്ങനെ ആ രൂപത്തിനനുസരിച്ചാണ് ഓരോ പേരിട്ട് വിളിക്കുന്നത്. മറ്റു പല പ്രത്യേകതകളും ഓരോ നക്ഷത്രത്തിനുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണ് 27 നക്ഷത്രങ്ങൾ 12 കളത്തിലായിട്ടാണ് ഇത് നമ്മൾ വരച്ച് ഉപയോഗിക്കുന്നത്. താങ്ക് യു.